നമുക്കിന്ന് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാം. അപ്പോൾ ഇനി വീട്ടിൽ പൊറോട്ടയൊക്കെ വാങ്ങിച്ചാൽ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തൈരില്ലാത്തവർ നാരങ്ങാ നീര് ഒഴിച്ച് കൊടുത്താലും മതിയാവും. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കാം. അപ്പോൾ അതായിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്കിനി വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് ആയതിന് ശേഷം ഇത് നമുക്ക് ഓരോന്നേ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഹാർഡായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, ക്യാബേജ് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി വേണമെങ്കിൽ ടൊമാറ്റോ, സവാള എല്ലാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. അതിലൊരു പൊറോട്ട എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നടുക്കുന്ന ഒരു സൈഡിലേക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഒഴിച്ച കൂട്ടത്തിൽ തന്നെ മയോണൈസും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ആവശ്യമുള്ളതിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഇതൊരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇനി ഒരു രീതിയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വീണ്ടും ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും മയോണൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനി റോൾ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഷവർമയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ ഇതിലും കിട്ടും. അങ്ങനെ തന്നെ നമ്മുടെ മയോണൈസും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ 2 രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ റോൾ ചെയ്തത് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ കഴിക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മടക്ക് പൊറോട്ട ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ബട്ടർ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം ആയി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ പൊറോട്ട നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. 2 സൈഡും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ 2 രീതിയിലും നമുക്ക് ഒരു മസാല വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. റോളായിട്ട് ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.